എല്ലാവർക്കും സ്വാഗതം. ഞാൻ മേടിച്ച പുതിയ ലാപ്ടോപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ള വീഡിയോ ആണിത്. ഐബോളിൻ്റെ കോംബുക്ക് എന്ന ഒരു മോഡലിലുള്ള ലാപ്ടോപ്പാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇത് വളരെ വില കുറഞ്ഞൊരു മോഡലാണ്. 13,490 രൂപയാണ് ഈ ലാപ്ടോപ്പിൻ്റെ വില. ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിലയ്ക്ക് കിട്ടുന്ന ലാപ്ടോപ്പാണ്. ഇതിൽ 14 ഇഞ്ചിൻ്റെ നല്ല ഡിസ്പ്ലേ ഉണ്ട്. അത്യാവശ്യം ഇൻ്റർനെറ്റ് കയറുകയും സിനിമ കാണുകയും പാട്ട് കേൾക്കുകയും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൽ നടക്കും. അതേസമയം ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി കുറവാണ്. എൻ്റെ ആവശ്യങ്ങൾ നോക്കി ഞാൻ തിരഞ്ഞെടുത്ത ഒരു ലാപ്ടോപ്പാണിത്. അപ്പോൾ ഈ ലാപ്ടോപ്പ് കിട്ടിയിട്ട് കുറച്ച് മണിക്കൂറുകളായിട്ടേ ഉള്ളൂ. ഇതിലെ നിർദ്ദേശം അനുസരിച്ച് 3 മണിക്കൂർ ചാർജ് ചെയ്യാൻ വെച്ചു. അതിന് ശേഷം ഇപ്പം ഞാനിത് ആദ്യമായിട്ട് ഓൺ ചെയ്യാൻ പോവാണ്. കോംബുക്കിൻ്റെ പാക്കിംഗ് ഇതാണ്. ഇതിൻ്റെ ചാർജർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ലാപ്ടോപ്പിൻ്റെ ചാർജറല്ല, ഒരു മൊബൈലിൻ്റെ ചാർജർ പോലെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു മാനുവൽ ഉണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഈ ലാപ്ടോപ്പിന് 32 GB മാത്രമേ സ്റ്റോറേജ് സ്പേസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഹാർഡ് ഡിസ്ക് ഇതുമായി കണക്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള കുറച്ച് ടൂൾസ് ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നെല്ലാം ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. പാക്കറ്റിൽ ചാർജറും മാനുവലും പിന്നെ അതുപോലെ സ്ക്രീൻ തുടയ്ക്കാനായിട്ടുള്ളൊരു തുണിയും ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനമാണ് പാക്കറ്റിലുള്ളത്. പുതിയൊരു ലാപ്ടോപ്പ് കിട്ടിയാൽ ശരാശരി 2-3 മണിക്കൂറോ ചാർജ് ചെയ്യണം, എന്നിട്ടേ ആദ്യമായി ഉപയോഗിക്കാവുള്ളൂ എന്നാണ് കമ്പനി പറയുന്നത്. മെറ്റാലിക് ഗ്രേ ആണ് ലാപ്ടോപ്പിൻ്റെ നിറം. വളരെ സ്ലിം ആയിട്ടുള്ളൊരു ഡിസൈനാണ്. 1.3 kg ആണ് ഇതിൻ്റെ ഭാരം. ഇന്റൽ പെന്റിയം N സീരീസിലുള്ള പ്രോസസ്സറാണ് ഇതിനുള്ളത്. ഈ ലാപ്ടോപ്പിൻ്റെ പോർട്ടുകളൊക്കെ ഒന്ന് പരിശോധിക്കാം. മെമ്മറി കാർഡിനുള്ള പോർട്ടുണ്ട്. അതുപോലെ ഹെഡ്ഫോൺ, USB, എതർനെറ്റ്, ഇത്രയും പോർട്ടുകളാണ് ഒരു വശത്തുള്ളത്. ഇനിയും ഇപ്പുറത്തെ വശം നോക്കിയാൽ ഒരു മിനി HDMI പോർട്ടുണ്ട്. അതുപോലെ മറ്റൊരു USB പോർട്ട്, പിന്നെ ചാർജിങ്ങിനുള്ള പോർട്ട്. അങ്ങനെ 3 USB പോർട്ടാണ് ഇതിനുള്ളത്. നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇതിനുള്ളത്. I'm Cortana and I'm here to help. A little sign in here, a touch of Wi-Fi there and we'll have your PC ready for all you plan to do. ഇത് വിൻഡോസിൻ്റെ വോയിസ് റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള കോർട്ടാനയാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ നല്ല മിഴിയുള്ള ഹൈ ഡെഫിനിഷൻ ഡിസ്പ്ലേ ആണ്. തുടക്കത്തെ ഉപയോഗത്തിൽ ഇതിൻ്റെ അകത്തെ പ്രോസസ്സുകളൊക്കെ നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട്. 4 GB റാമാണ് ഇതിനുള്ളത്. ഇപ്പോൾ നമ്മുടെ അത്യാവശ്യം ഇൻ്റർനെറ്റും മറ്റ് വീഡിയോ കാണുക, പാട്ട് കേൾക്കുക തുടങ്ങിയ അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം സ്പീഡിൽ തന്നെ നടക്കും. അതേസമയം വീഡിയോ എഡിറ്റിംഗ് പോലെയുള്ള ഹെവി ലോഡുള്ള കാര്യങ്ങളൊന്നും ഇതിൽ നടക്കില്ല. അതുപോലെ 32 GB മാത്രമേ ഇതിന് സ്റ്റോറേജ് ഉള്ളൂ. നിങ്ങൾക്ക് എക്സ്ട്രാ ഹാർഡ് ഡിസ്ക് ഇതുമായി കണക്ട് ചെയ്യാം. അപ്പോൾ 13,490 രൂപയ്ക്ക് കിട്ടുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എനിക്ക് തോന്നുന്നു ഈ വിലയ്ക്ക് 14 ഇഞ്ച് സ്ക്രീനുള്ള മറ്റ് ലാപ്ടോപ്പുകളൊന്നും കിട്ടില്ല. ഞാനിത് വാങ്ങുന്നതിന് മുമ്പ് ഐബോളിൻ്റെ കസ്റ്റമർ കെയർ സർവീസൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഞാൻ അവർക്ക് കുറച്ച് മെയിലുകളൊക്കെ അയച്ചു, അവരുടെ കസ്റ്റമർ കെയറുമായിട്ട് സംസാരിച്ചു. പെട്ടെന്ന് നമുക്ക് അവർ റിപ്ലൈ തരുന്നുണ്ട് കാര്യങ്ങൾക്ക്. അതുപോലെ അസിസ്റ്റൻസും പെട്ടെന്ന് തരുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഐബോൾ വാങ്ങാമെന്ന് തീരുമാനിച്ചത്. ഇതിൻ്റെ കൂടുതൽ പെർഫോമൻസ് ഇനിയുള്ള ഉപയോഗത്തിലൂടെ അറിയാൻ സാധിക്കുകയുള്ളൂ. 1 വർഷം വാറണ്ടി ഉണ്ട് ഇതിന്. ആമസോണിലൂടെയാണ് മേടിച്ചത്. ആദ്യ ഉപയോഗത്തിൽ ഞാനിതിൽ ഇംപ്രസ്ഡ് ആണ്. ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആമസോൺ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഒരു അടിസ്ഥാന ഉപയോഗത്തിന് മാത്രമുള്ള ഒരു ലാപ്ടോപ്പാണ് ആവശ്യമെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും.
ഇതിൽ ഈ ഐബോൾ എന്ന ബ്രാൻഡ് കണ്ടിട്ട് നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല. അവർ ഇന്ത്യയിൽ നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു ബ്രാൻഡാണ്. ലാപ്ടോപ്പിൻ്റെ തുടർന്നുള്ള ഉപയോഗത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുകയോ മറ്റോ ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ എനിക്കിതൊരു നല്ല പ്രോഡക്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.